റെജി ലൂക്കോസ് നോക്കൂ, ഇവിടെ അദ്ദേഹത്തിനെതിരെ പാർട്ടി നോട്ടീസ് നൽകിയിട്ടുണ്ട് അത്രേ. കേരളം മുഴുവൻ കേട്ടൊരു ശബ്ദരേഖയിലാണ് നമ്മൾ ഈ ചർച്ച തുടങ്ങുന്നത്. ആത്മഹത്യ ചെയ്ത ഒരാളെ ഭീഷണിപ്പെടുത്തുന്ന സന്ദേശം കേരളം മുഴുവൻ കേട്ടതാണ്. നിയമ നടപടിക്ക് എന്താണ് ഇത്ര വൈകൽ? അല്ല, അത് തെറ്റായ ഒരു ചോദ്യമാണ്. കാരണം ഞാനിന്ന് കട്ടപ്പനയിൽ തന്നെ ഉത്തരവാദിത്തപ്പെട്ട 1-2 പേരായിട്ട് സംസാരിച്ച പോലീസിൽപ്പെട്ട ഒരുപായിട്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ വിവരം അറിഞ്ഞ ഉടൻ പോലീസ് ശക്തമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് അന്വേഷണമായിട്ട്. ഇന്ന് ആ പ്രിയപ്പെട്ട മേരി കുട്ടി, അതായത് സാബുവിൻ്റെ ഭാര്യയുടെ മൊഴി എടുത്തിട്ടുണ്ട്. ഈ വിഷമഘട്ടത്തിലാണെങ്കിൽ പോലും 9 അംഗങ്ങളടങ്ങുന്ന 2 CA അടങ്ങുന്ന 9 അംഗ അന്വേഷണങ്ങൾ ശക്തമായി നടന്നുകൊണ്ടിരിക്കുക. പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ നടപടിയിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് നിസ്സംഗരായിട്ട് പോലീസ് നോക്കി നിൽക്കുന്നത് തെറ്റാണ്. അതിനാണ് ഞാൻ നേരത്തെ ദിവ്യയുടെ കാര്യം പറഞ്ഞത്. അല്ലെങ്കിൽ നിന്നെ കേസുണ്ട്, അന്വേഷണ സംഘമുണ്ട്. ഏതിനും ഒരു അല്ല മാധു, ഞാനൊന്ന് പൂർത്തിരിക്കേണ്ട ദയവായിട്ട്. അതായത് അന്വേഷിക്കുന്നതിന് അതിന്റെ സമയമല്ലേ. കുറ്റവാളി എന്ന് കണ്ടെത്തിയാൽ ഈ ഓഡിയോ തന്നെ വലിയൊരു തെളിവ്. ഞാൻ തന്നെ അയാളെ തള്ളി പറഞ്ഞില്ല, എന്തെല്ലാം വാക്കുകൾ ഞാൻ ഉപയോഗിച്ചു. ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ ഇടുക്കി ജില്ലയുടെ അതിന് ജോയി എന്ന് തോന്നുന്നു, അതേ ഒരു വാക്ക് പറഞ്ഞപ്പോൾ എന്നെ അതിശയപ്പെടുത്തി. കാരണം പുൽപ്പള്ളി എന്ന് പറഞ്ഞ കോപ്പറേറ്റീവ് ബാങ്കിൽ KPCC ജനറൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തി അതിന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ ഒരു പാവപ്പെട്ട കർഷകൻ 60,000 രൂപ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. അയാളുടെ ബാങ്കിൽ നിന്ന് അയാൾ പ്രസിഡന്റ് മറ്റു കാര്യങ്ങളുമായി ഉദാഹരിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെയും അതിൽ നിന്ന് തടയുന്നുണ്ടായിരുന്നു. ഈ വിഷയത്തിന് ഒരു മെറിറ്റ് ഉണ്ട്, ഇതിലൊന്ന് നിൽക്കണം. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് ഉന്നയിച്ച മറ്റൊരു കാര്യമുണ്ടല്ലോ, അതായത് ഈ PP ദിവ്യയുടെ കേസ്. പോലീസ് തപ്പി നടക്കായിരുന്നു, ഒരു നോട്ടീസ് കൊടുത്തിട്ട് ചോദ്യം ചെയ്യാൻ വിളിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഈ അന്വേഷണത്തിലെടുക്കുന്ന കാലതാമസം, അതിന്റെ ചട്ടപ്പടി എന്നൊക്കെ പറയുന്നത് ഇനി ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിൽ, ഡിവിഷൻ ബെഞ്ചിൽ, പിന്നെ സുപ്രീം കോടതിയിലൊക്കെ പോയി മുൻകൂർ ജാമ്യം എടുക്കാനുള്ള സാവകാശമാണോ? അല്ല, ഞാൻ ആ PP ദിവ്യയുടെ കാര്യം പറഞ്ഞപ്പോൾ എന്നെ പൂർത്തീകരിക്കാൻ സംഭവിക്കത്തില്ല. അത് ഞാൻ ഉദാഹരിക്കാനായിട്ട് ശക്തമായൊരു കാരണമുണ്ട്. PP ദിവ്യ ഈ സജി പറഞ്ഞ പോലെ നിനക്കിട്ട് ഞാൻ പണി തരും അല്ലെങ്കിൽ നിനക്കിട്ട് അടി തരും എന്നുള്ള വാക്കുകളൊന്നും ഉപയോഗിച്ചില്ല. അവർ പറഞ്ഞ ചില വാക്കുകളെ വ്യാഖ്യാനം ചെയ്തുകൊണ്ട് അത് വാർത്താ പ്രാധാന്യം നേടി. എന്നിട്ട് പോലും ഈ പാർട്ടി അവർക്കൊരു നടപടി സ്വീകരിച്ചതുകൊണ്ടാണ്. നിങ്ങൾ വാർത്താ പ്രാധാന്യം നേടിയതിന്റെ പേരിലല്ല നവീൻ ബാബു ആത്മഹത്യ ചെയ്തത്. അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ട് എന്ന തിരിച്ചറിവിൽ നിന്ന്, അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന അപമാനത്തിൽ നിന്നൊക്കെയാണ് ആ ആത്മഹത്യ. അങ്ങനെയാണ് ആത്മഹത്യ ഉണ്ടാകുന്നത്. PP ദിവ്യ അടി തരുമെന്ന് പറഞ്ഞില്ലെങ്കിലും VR സജി പറഞ്ഞല്ലോ. എന്നിട്ട് VR സജി വീട്ടിലുണ്ടല്ലോ, അല്ലേ? മാധുവിന്റെ ഓർമ്മയിലേക്ക് ഒരു കാര്യം പറയാം. ആ പ്രിയപ്പെട്ട നവീൻ ബാബുവിന്റെ ഭാര്യ, ആ കുടുംബവും ഇപ്പോൾ പറയുന്നത് അത് കൊലപാതകമാണെന്നുള്ള. അപ്പൊ പിന്നെ എങ്ങനെയാ PP ദിവ്യയെ നമ്മൾ കുറ്റപ്പെടുന്നത്? അവർ കൊലപാതകമാണെന്നാ പറഞ്ഞേ. അത് അന്വേഷിച്ച് കണ്ടുപിടുത്തട്ടെ. കുറ്റവാളി PP ദിവ്യ ആണെങ്കിലും പോലും കർശനമായ രീതിയിലുള്ള ശിക്ഷ ഏറ്റുവാങ്ങട്ടെ. എന്താ തർക്കിക്കുന്നത്? ഞാനിവിടെ പറഞ്ഞത്, ഞാൻ വളരെ പോസിറ്റീവായിട്ടില്ല ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. നിങ്ങൾ ഈ ജയേന്ദ്രൻ ബാലകൃഷ്ണന്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്താണ്. അദ്ദേഹം എന്തൊക്കെയാ പറയുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാട് കയറി പോകുന്നു എന്നുള്ളത്. ആത്മഹത്യയാണോ എന്ന് സംശയിക്കണമെന്ന് ആ കുടുംബം പറയുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അവർക്ക് നിഷേധിക്കപ്പെട്ട നീതിയാണ്. അവരുടെ അനുമതിയില്ലാതെ, അവരുടെ എതിർപ്പിനെ പോലും അവഗണിച്ചുകൊണ്ട് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ നടത്തപ്പെട്ടതിൽ നിസ്സഹായരായപ്പോൾ കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ്. നിങ്ങൾക്ക് ഈ ഒരൊറ്റ കാര്യം പറഞ്ഞ് വേണമെങ്കിൽ കോടതിയിലേക്കടക്കം പോകാം. ഈ പറയുന്ന ആളുകളെ പൂവ് പോലെ, പുഷ്പം പോലെ പുറത്തിറക്കിക്കൊണ്ട് വരാൻ കഴിയുന്ന ആത്മവിശ്വാസമൊക്കെ പാർട്ടി വക്കീലമാർക്കുണ്ടാകും. അതവിടെ നിൽക്കട്ടെ. ആ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. മുറപ്പടിക്ക് ഇതിലേക്ക് വരൂ. ഇവിടെയും ഈ പറയുന്ന പ്രശ്നമുണ്ടല്ലോ, നേരിട്ട് വെല്ലുവിളിക്കുന്നത് നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിലടക്കം കേട്ടില്ലേ? കേരളം മുഴുവൻ കേട്ടില്ലേ? എന്നിട്ട് എന്തുകൊണ്ടാണ് അയാൾക്കെതിരെ നടപടി ഉണ്ടാവാത്തത്? അല്ല, അയാൾക്കെതിരെ നടപടി ഉണ്ടാവുന്ന കാര്യത്തിൽ എന്താ സംശയിക്കുന്നത്? പോലീസ് അന്വേഷിച്ച് ഈ ശബ്ദരേഖയുടെ ബേസ് എന്താണ്, ഇതെല്ലാം അന്വേഷിച്ചതിന് ശേഷം പോലീസ് നടപടി സ്വീകരിക്കും. അയാൾ നിരീക്ഷണത്തിലായിരിക്കും. ഞാൻ തന്നെ അയാളോട് ശക്തമായ ഭാഷയിൽ ആ മനുഷ്യനെ തള്ളി പറഞ്ഞില്ല. ഞാൻ പാർട്ടി പ്രവർത്തകരായിട്ട് പോലും. എന്താ സംശയം? CPM കാരൊന്നും അങ്ങനത്തെ ഒന്നുമല്ല, മനുഷ്യരോടൊപ്പം നിൽക്കുന്നവരാ. ഞാൻ ഒരു കാര്യം കൂടെ പ്രത്യേകിച്ച് പറയാം. കേരളത്തിൽ 222 കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ കൃത്രിമത്വം ഉണ്ടെന്നും സാമ്പത്തിക പ്രശ്നം ഉണ്ടെന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ അടിച്ചാൽ കിട്ടും. അതിൽ 162 ബാങ്കുകൾ ഭരിക്കുന്ന ഈ കോൺഗ്രസ് പാർട്ടിയാ. 10 BJP, ജയേന്ദ്രൻ ബാലകൃഷ്ണ പാർട്ടി 10. BJPയുടെ ബാങ്കിൽ നിന്ന് മൊത്തം തട്ടിക്കൊണ്ടുപോയിരിക്കുന്നുണ്ട് 80-85 കോടി രൂപയാ. ഇനി നിങ്ങൾ ബഹുമാനപ്പെട്ട VM വാസുവിനെ കോട്ട് ചെയ്തല്ലേ, പറയുമ്പോൾ എല്ലാം പറയണ്ടേ? അദ്ദേഹത്തിന്റെ മുൻകൈ എടുത്ത് ഒരു കൺസോർഷ്യം ഉണ്ടാക്കി കേരള ബാങ്കിൽ നിന്ന് ഒരു പണം എടുത്ത് കരുവന്നൂർ ബാങ്കില് 126 ആ രീതിക്ക് ചർച്ച പോകാൻ കഴിയില്ല ശ്രീ റെജി ലൂക്കോസ്. ഈ പറയുന്ന കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോർപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് പോലും പോകാതെ ഈ പറയുന്ന സാബുവിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ ആത്മഹത്യ, അദ്ദേഹത്തിന്റെ ജീവൻ എന്ന വിഷയത്തിലേക്ക് ഊന്നി നിൽക്കുന്നത് അവിടെ ഒരു അനീതി, ഒരു നീതികേടുണ്ടായി എന്ന ബോധ്യത്തിൽ നിന്നാണ്. നിങ്ങളുടെ CPM ഭരിക്കുന്നത്, നിങ്ങളുടെ കോൺഗ്രസ് ഭരിക്കുന്നത്, നിങ്ങളുടെ BJP ഭരിക്കുന്നത്, ആരൊക്കെ തട്ടിക്കൊണ്ടു പോകുന്നത് എന്ന കണക്കെടുക്കാനുള്ള ചർച്ചയല്ലിത്.
അല്ല തീർച്ചയായിട്ടും അത് എനിക്ക് ഒപ്പം ഇരിക്കുന്ന രണ്ടുപേരും അവരുടെ ഭാഗത്ത് ന്യായീകരിച്ചപ്പോൾ മറുപടി പറയണ്ട ഞാൻ. ഇനി ആ ബാങ്കിലേക്ക് വരാം. ആ ബാങ്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ തുറന്നു പറയാം. ഈ കഴിഞ്ഞ തവണ ഭരിച്ചിരുന്ന അവിടെ UDF അവിടെ ജനങ്ങൾക്ക് UDFന് കൊള്ളയടി മടുത്തിട്ടാണ് LDFന് അധികാരത്തിലേറിയ 20 കോടി രൂപയുടെ ബാധ്യതയാണ് ആ ബാങ്കിന്. 20 കോടി രൂപ. അതുകൊണ്ടാണ് അവിടെ പൈസ റിട്ടേൺ ചെയ്ത് താമസം വന്നത്. അതുകൊണ്ട് ആ താമസത്തെ ഞാൻ ന്യായീകരിക്കുന്നില്ല ഒരു കാരണവശാലും. കാരണം ഈ പാവപ്പെട്ട മനുഷ്യരോട് ചെയ്ത് കൊടും ക്രൂരതയാണ്. അവിടുത്തെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി, അയാളുടെ പേര് എൻ്റെ പേര് തന്നെ, റജീന അയാളുടെ പേര്, അയാളെക്കുറിച്ചും ആ മേരി എന്ന് പറയുന്ന ഭാര്യ പരാതി പറഞ്ഞിട്ടുണ്ട് വളരെ മോശം. അതൊക്കെ അന്വേഷിക്കണം. അത്രക്കാർ കുറ്റവാളികളാണ്. ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. ഒരു തർക്കമില്ല കാര്യത്തിൽ.